60. അത് 80. ഈ വെള്ളം കയറിയിട്ടേ ഇപ്പൊ വളരെ കുറവാണ്. അപ്പൊ 80 കുറച്ച് കൂടും. അല്ല 80. 60 കുറയില്ല. നാടനാ. ചേട്ടൊന്ന് പിടിക്കോ? ആ പിടിച്ചോട്ടാ. എന്തത്? ഇങ്ങോട്ട് നോക്കിക്കോട്ടാ. എന്തേ? എന്താ വേണ്ട? ലൈഫ് എന്തൊക്കെ വേണ്ട? വേണ്ട കേട്ടോ, പച്ചക്കറി ഒന്നും വേണ്ട. ഇല്ല, ഞാൻ ജസ്റ്റ് ഇതിലൂടെ പോകുമ്പോണ്ടല്ലോ, കാരണം ഞാൻ ശ്രദ്ധിച്ച ചേട്ടനെ. കാരണം ഒരു വീട്ടിന്റെ മുന്നിൽ ദാരിദ്ര്യം പിടിച്ചൊരു ചേട്ടൻ വാങ്ങാൻ ആരുമില്ലാതെ പച്ചക്കറി വിൽക്കുന്ന ഒരു ഫ്രെയിം. ആ ഫ്രെയിമിൽ ഒരു കഥയുണ്ട്. സാധാരണക്കാർക്കൊക്കെ എന്താ പറയുക, റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഫോട്ടോയിൽ. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തതാ, ജസ്റ്റ് ഇൻസ്റ്റയിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. പച്ചക്കറി ഒന്നും വേണ്ട കേട്ടാ. ഏതൊരു ടീം ശക്തരാണെങ്കില് നിങ്ങ കളിക്ക് എന്നെ ഇറക്ക്. എടാ, കളിക്കളത്തിലെ പുലിക്കൂട്ടിയാ ഞാൻ. ഉണ്ണിപ്പുലി എന്നാ പേരെന്നെ. മഴയുണ്ടായ കളി ഉണ്ടാവൂലേ? ആ, ഞാൻ പിന്നെ വിളിക്കാം. ആ മഴ ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ കാലാവസ്ഥയൊക്കെ മാറിയേ. മഴ എപ്പോഴാ പെയ്യ എപ്പോഴാ നിക്കാന്നും പറയാൻ പറ്റും. ഇപ്പൊ മഴക്ക് പ്രത്യേക മാസക്കണക്കൊന്നുമില്ല. ഏത് മാസവും മഴ പെയ്യ, അങ്ങനെ അതിന്റെ കണക്ക്. അതെ, ആ പണ്ടൊക്കെ ആ ഇടവപ്പാതി മുതൽ തുലാം 10 വരെ മഴ. ആ ഇപ്പൊ കുംഭം മീന്യം മേടം ഒക്കെ മഴ പെയ്യും. കലണ്ടർ തന്നെ മാറ്റേണ്ടി വരും. ഈ മറ്റേ ഇതിന്റെ മഴയുടെ കണക്കുണ്ടല്ലോ, കാലാവസ്ഥന്റെ. ഇനിയൊക്കെ മാറ്റേണ്ടി വരും. അതെ, എങ്ങനെയുണ്ട് കാര്യങ്ങളെല്ലാം? ഒരു കാര്യമില്ലെന്നേ. ആരും പച്ചക്കറി മേടിക്കാൻ വരുന്നില്ല. എത്രയാന്നറിയോ ചീഞ്ഞിട്ട് ഇങ്ങനെ പയ്യന്റെ തൊട്ടിയിലിടണു. കൊറേ കളയും. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങക്ക് ലാഭമില്ല കാര്യം. നല്ല കണ്ണായ സ്ഥലത്തല്ലേ ഈ പച്ചക്കറിയെല്ലാം നടന്നത്? ആ റോഡ് സൈഡിലതാ ഈ സ്ഥലമൊക്കെ നമ്മുടെ അല്ലേ. ഈ പച്ചക്കറിയെല്ലാം അങ്ങോട്ട് നെട്ടി നിരത്തിയിട്ടേ ആടെ ഒരു ടർഫ് ഗ്രൗണ്ട് ആക്കിയാലോ? കൊല്ലത്തിൽ പൈസ കിട്ടും, നല്ല പൈസ. വളവിടുണ്ടോ ഒന്നും നിങ്ങൾ നോക്കേവിട. നിങ്ങൾ ആടെ ഇരുന്നാ മതി, കസേരമാ പൈസ കൊടുത്തൊരാള്. അതൊന്നും ശരിയാവില്ല ഉണ്ണിയെ. നമ്മള് പാരമ്പര്യമായിട്ട് കർഷകരാണ്. ഓ, മണ്ണിലെ പണിയെടുത്ത് ജീവിച്ചു. ഇതിന്റെ ഒരു മഹത്വം വേറെയാണ്, അത് മറ്റുള്ളവർക്ക് അറിയില്ല. എന്നിട്ട് മാറിക്കേട്. അല്ല, ഇതൊരു നാടനാകുന്നോണ്ട് തിന്നോക്കെ അതിന്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് അറിയാൻ വേണ്ടി. അങ്ങനെ തിന്നോക്കണ്ട, കാശ് കൊടുത്ത് കുടുംബത്ത് വാങ്ങി കൊണ്ടുപോയിട്ട് നല്ല കറി വെച്ച് കഴിക്കാം. അന്ന് കൊല നടന്നു പോന്ന് നിങ്ങളെ പറമ്പെന്നല്ലേ കൊല പോന്ന്? അത് ഇവിടെ രാഘവേട്ടനാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒരു വിഷമമില്ലാത്ത? എടോ, അത് എന്റെ പറമ്പെന്നല്ല. രാഘവേട്ടന്റെ കടയിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് ലോഡ് കണക്കിന് കൊല കൊണ്ടുവരും. എന്നിട്ട് മൂപ്പരുടെ വീട്ടിലെ രാത്രി കൊണ്ടുവന്ന് ഇറക്കും. മെലിഞ്ഞ കായുള്ള കൊല നോക്കിയിട്ട് മൂപ്പര് മേടിക്കൂ. എന്തിനറിയോ? നാടൻ കൊലയാന്ന് പറഞ്ഞ് വിൽക്കാൻ. പ്ലീസ് കം. കം. കമോൺ, വരൂന്ന്. എന്തിനടാ അയാള് പൊക്കോട്ടെ. എന്റെ വകയിലൊരു വെല്ലിച്ചനാണ്, വലിയ ഗുണമൊന്നുമില്ല. എന്താ എന്റെ രാഘവട്ടെ, ഈ സൂതേട്ടന്റെ അടുത്ത് നല്ല നാടൻ കൊല ഉണ്ടാകുമ്പോ നീ ഇങ്ങ് പുറത്തു പോയിട്ട് മേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഫുട്ബോൾ കളിക്കാനാണോ നീ എന്നാ എന്നോട് ചോദിച്ചേ? അതെ, നല്ല നാടൻ കൊല സുഖതേട്ടന്റെ വിൽപ്പനക്ക് ഉണ്ടാകുമ്പോ എന്തിനാ പുറത്തു പോയിട്ട് മേടിക്കേണ്ട ആവശ്യം? എടാ, ഞാൻ കച്ചവടത്തിലല്ലേ ഇരിക്കുന്നേ. ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊടുന്ന ഈ കായ് വിറ്റാലേ എനിക്ക് കിലോക്ക് 20 റുപ്യ ലാഭം കിട്ടും. ഈ സുഗതന്റെ കായ് വിറ്റാലോ എനിക്ക് 5 റുപ്യം കൂടെ കിട്ടൂലാന്ന്. അതാണ് നാടൻ കായാന്ന് പറയുമ്പോ വില കൂട്ടി വെക്കണം. നാടൻ കായോ ഫോറിൻ കായോ ഒന്നും ആക്കില്ല. അവര് നേന്ത്രപ്പഴം കണ്ട വില ചോദിച്ചു, കുറഞ്ഞ വില ചെയ്യണേ. നാടൻ കായാന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യം എന്താ? ഇത് അത് പിന്നെ കായന്റെ കച്ചവട തന്ത്രമാണ്. അത് പിന്നെ നിങ്ങൾ എന്ത് ചോദ്യം ചെയ്യുന്നു? ഞങ്ങൾ കഷ്ടപ്പെട്ട ഒരു നാടൻ കായ ഉണ്ടാക്കുമ്പോ ആ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ഈ അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവരുന്ന കായ ഈ വിലക്ക് കൊടുത്താ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ? ഞാൻ കച്ചവടക്കാരനാണ്, എനിക്ക് എന്തെങ്കിലും ചില്ലറ കിട്ടേണ്ടത് എന്റെ ആവശ്യമാണ്, എന്റെ കുടുംബം പോലെ തന്നെ. അവനവന്റെ കാര്യം നോക്കിയിട്ട് അവനവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് കാശ് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ഈ വിഷം നാട്ടുകാരെ മുഴുവൻ തീറ്റിച്ചോ? അതെ, എല്ലാരും ഇപ്പൊ നാട് നന്നാക്കാനല്ല നിൽക്കുന്നത്. നീ ഇപ്പൊ നാട് നന്നാക്കാനാക്കും. പിന്നെ വെറുതെ വർത്താനം പറയലപ്പാ. വെറുതെ ഓരോന്നിങ്ങനെ പറഞ്ഞിട്ട്
3 പഴം നീ ഉരിഞ്ഞ പൈസ കൊണ്ടാ 3 നീ ഉരിഞ്ഞില്ല ഇപ്പൊ ഇതെങ്ങനെ ഇവിടെ ഒന്ന് അതെല്ലാം വരും നീ പൈസ കൊണ്ടാ തരക്കേടല്ല ഇത് നമ്മ ഈ തൊലി വലിച്ചാൻ പൈസ കൊണ്ടാ ഞാൻ തരാം വെല്ലിച്ചലല്ലേ പോ എന്ത് വലിച്ചാൻ അങ്ങാടിയിൽ തരക്കേടല്ല സാധനം അറിയാം അതൊന്നും തിന്നണ്ട വേഷാത് വേണം ഇവിടുന്ന് ഒരു കൊല കൊണ്ടേക്കോ നല്ല പച്ചക്കറി നമ്മൾ ഈ വിഷമൊന്നും ഇടണില്ല ചാണകപ്പൊടിയായിരുന്നു ഇനി എത്ര കിലോനി ഇതോ ഇത് 60 റുപ്യ എടാ അത് ഈ വരവ് അല്ലേ വിഷട്ടിട്ടുള്ള വരവ് പയറാണത് ഇത് നാടനാണ് ഇവിടെ ഉണ്ടാക്കണത് അത് ശരി ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് ആടുന്ന് 1 കിലോ വൈനിങ് മേടിച്ചു അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് അവര് പറയില്ലേ നാടനാന്ന് അപ്പൊ എനക്കത് നാടനല്ലേ ഇത് ഈട നിങ്ങൾക്ക് നാടൻ ആട നാടൻ ഈട നാടൻ എല്ലാം നാടനാണ് അതെ ഈ വിടാൻ നോക്ക് അതെയാ ഇനി എത്ര ഇപ്പൊ കിലോ വിഷം തിന്ന് ചാവാൻ വേണ്ടിട്ട് വരെ ജമ്മങ്ങൾ കളിക്കാൻ ഞാൻ വരണ ചിരിച്ചു നടന്നോ 40 വയസ്സിൽ അറ്റാക്ക് വന്ന് ചാവും പാന്നി പണി നടക്കട്ടെ സാവിത്രിയച്ചേ ഇവിടുത്തെ പുല്ല് പറിച്ചു കഴിഞ്ഞാലേ വടക്കേ പറമ്പിലേക്ക് ചെല്ലിട്ടാ അവിടെ നിറയെ പുല്ല ഒക്കെ പറിച്ചാളി രതീശേ എടാ അവിടെ കുയ്യാക്കണ്ട ജി അവിടെ പയറ് പെതറാൻ വേണ്ടിട്ട് ഞാനൊന്ന് കിളച്ചിടാൻ പറഞ്ഞ മണ്ണ് കുയ്യെടുക്കല്ലേ ഈ ചെറുതായിട്ടേ കുഴിച്ചോളൂ ഇനി കുഴിക്കണ്ട അവിടെ പറിച്ചിട്ടാ മതി കേട്ടോ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പറിച്ച മഞ്ഞളില്ലേ അത് കച്ചവടായ ആർക്കും ബലമുണ്ട് അങ്ങോട്ട് ഒക്കണില്ല നമുക്ക് ആ ചെറിയ വിലക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമോ നമ്മള് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സാധനമല്ലേ റൂമിൽ ചാക്കിൽ കിടക്കുന്നുണ്ട് അവിടെ കിടക്കട്ടെ എന്താപ്പത് അതിര് കാക്കുന്ന ജവാനും കതിര് കാക്കുന്ന കർഷകനും ബിഗ് സല്യൂട്ട് ഔ സാറായിക്കണം കർഷകനും ഉണ്ടല്ലോ ഈ പഞ്ചായത്തിന്റെ ഗ്രൂപ്പിൽ വരുന്ന ഓരോ മെസ്സേജാണ് ആ ഗ്രൂപ്പിൽ ഈ മഞ്ഞൾ വിൽക്കാൻ വേണ്ടി നിങ്ങൾ ഓരോ മെസ്സേജുകൾ വിട്ടാ പോരെ അത് കണ്ട് അവര് വാങ്ങിക്കുമല്ല അത് നേരെയുള്ള രീതി ചെയ്യ് പറഞ്ഞ് ആ ബുദ്ധിക്ക് ഇതുവരെ തോന്നിയില്ല അയ്യവേടാ അപ്പോഴേക്കൊന്ന് വന്നിക്കണല്ലോ. പ്രിയമുള്ളവരെ, കൃഷി ഓഫീസിൽ പുതിയതായി തെങ്ങിൻ തൈകൾ വന്നിട്ടുണ്ട്. സ്റ്റോക്ക് തീരാറായി. ആധാർ കാർഡും കരമടച്ച രസീതും 50 രൂപയുമായി വന്നാല് തൈ മേടിക്കാം. 50 ഉറുപ്പ്യ കരമടച്ച റെസീറ്റും ആധാർ കാർഡും തെങ്ങിൻ തൈ ഇട്ടാനേ. ഇവിടെ നമ്മള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മഞ്ഞൾ ഇതുവരെ കച്ചവടമായില്ല. അതിന്റെ ഇടക്ക ഏനാണ്ടോ ഞാൻ ഈ പറഞ്ഞ സാധനം ഒന്ന് ഇട്ടേക്കട്ടെ. ഞാൻ മൊയ്തുവാണ്. അതേ, എന്റെ പറമ്പില് ഞാൻ ഉണ്ടാക്കിയ മഞ്ഞള്, നല്ല നാടൻ മഞ്ഞള് എന്റെ പെരയിൽ ഇരിക്കുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ എന്റെ ഈ നമ്പറിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ പെരയിൽ നേരിട്ട് വന്നാൽ തരും. കുറച്ച് വില കൂടും, എന്നാലും ശുദ്ധമായ മഞ്ഞളാണ്. വേണ്ടവർ വന്നോളി. എന്ത് അത് തന്നെ കറക്റ്റ്. ഇജ്ജെന്താ നോക്കിക്കട, ഇജ്ജെന്റെ പണിയെടുത്തോ. മെസ്സേജ് ഞാൻ പെടുന്നില്ലേ? അതിനിപ്പോ മറുപടി വന്നോളിപ്പോ. വന്നല്ലോ. അതെ, ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ശ്രദ്ധയ്ക്ക്, ഇത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പാണ്. ഇതിൽ കച്ചവടം അനുവദിക്കുന്നതല്ല, ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. ഷെഫീക്കെ, ഈ പറഞ്ഞ ഞാൻ കേട്ട്. ഇല്ലപ്പോ തൊട്ട് മുമ്പ് ജവാനും കൃഷിക്കാരനും ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞ ആളല്ല ഈ. എടോ, ഞാനൊരു കർഷകനാണ്. എന്റെ പറമ്പിൽ ഉണ്ടാക്കിയ മഞ്ഞളാണ് ഞാൻ ഈ കച്ചവടത്തിന് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ട്. അതിലിപ്പോ എന്താണ്ടോ ഒരു തെറ്റ് അതൊന്ന് പറഞ്ഞുണ്ടായി അല്ലാന്ന്. ഇപ്പൊ ഞാൻ ആ മെസ്സേജ് ഇട്ട് സെഫിക്ക് ഇളക്കിക്കണ്. നമ്മൾ ഈ മഞ്ഞളില്ലേ, അത് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചിട്ട് നമുക്കൊരു ബോർഡും വെച്ചിട്ട് ഇവിടെ നിന്ന് കച്ചവടം അടിക്കാൻ പറ്റില്ല വീട്ടിൽ നിന്ന്. എടാ, അത് ഗംഭീര ഐഡിയ ഉള്ളത്. ഇതൊന്നും എന്താ എനിക്ക് തോന്നാത്ത നോക്കിയാണ്. ബുദ്ധി വേണം. കൊത്തലവിടെ നിർത്ത്. ഇത് ചെയ്യണ്ടേ? വേണ്ട, ഈ അകത്ത് പോയിട്ട് അത് 4-5 ചാക്ക് മഞ്ഞൾ ഞാനവിടെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു പെട്ടി ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നമ്മളെ സഹദേവന്റെ മില്ല് കൊണ്ടു കൊടുക്കും. അവൻ പൊടിക്കട്ടെ. അപ്പൊ ഇത് ചെയ്യണ്ടേ? അതിക്ക് വന്നിട്ട് വീണ്ടും ചെയ്യണോ? ഒരു പറയണ്ടായിരുന്നു. ഒന്നുമില്ല, അത് സൂര്യനോട് ചോദിക്ക് കേട്ടോ. സൂര്യ കാണിച്ചു തരൂ. അത് നന്നായി. ഒന്നാം വേലിക്ക് ചെന്ന് പറിച്ചത് 1.5 വെട്ടി പാവക്ക. എനിക്കും വേണം പാവക്ക, എൻ്റെ അമ്മക്കും വേണം പാവക്ക.
എനിക്കും വേണം പാവക്ക, എൻ്റെ അമ്മക്കും വേണം പാവക്ക. പാവക്ക പറിച്ചോളൂ, പാവല് വള്ളി പറിക്കല്ലേ. പാവക്ക പറിച്ചോളൂ, നമ്മുടെ പാവല് വള്ളി പറിക്കല്ലേ. പ്യാരി ആ ഫാം പ്ലാൻ തയ്യാറാക്കാൻ പറഞ്ഞിട്ട് എന്തായി? അത് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മാഡം. ഇതെന്താ അവിടെ അടിച്ചു കൂട്ടണ്? ഡാറ്റ സാറേ, ഇത് കഴിഞ്ഞ വർഷത്തെ ഗുണഭോക്തൃ ലിസ്റ്റാണ്, അത് നമ്മൾ ക്യാൻസൽ ചെയ്തതാണ്. വേഗം അത് മാറ്റി ചെയ്യ് വേഗം. ഇപ്പൊ ചേട്ടാ, ഈ ജാതി ആളുകൾക്കാണ് ഗവൺമെന്റ് കൃത്യമായിട്ട് ശമ്പളം കൊടുത്തോണ്ടിരിക്കണേ, ജനങ്ങളുടെ ടാക്സ് വാങ്ങിയിട്ട്. അവിടെ ഇരുന്ന് കുത്തിക്കോട്ടെ സാറേ. മാഡം, ഇതെന്താ? എന്താണ്? എന്റെ പാസ്പോർട്ടാണ് മേഡം. ഇതെന്തിനാ പാസ്പോർട്ട്? അത് ഇനി ഇവിടെ കിടക്കട്ടെ. ഇവിടെ എന്തിനാ പാസ്പോർട്ട്? അറ്റസ്റ്റ് ചെയ്യാനായിരിക്കുള്ളൂ. കോപ്പി ഉണ്ടോ? അല്ല, അതായത് ഇവിടുന്ന് പുറത്തേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നില്ല കാര്യം ഞാൻ ഇത് അറിഞ്ഞു. ട്രാവൽ ഏജൻസി അല്ല കേട്ടോ, അത് കൃഷി ഓഫീസാണ്. ചെല്ലും. ഞാൻ ഫാർമറാണ് മേഡം. എന്ത് ഫാർമർ, കൃഷിക്കാരൻ. അതായത് കൃഷിനെ കൂടുതൽ പഠിച്ചിട്ട് എനിക്ക് വിദേശത്ത് പോയിട്ട് അതിനാ എങ്ങനെയാണ് അത് ഇവിടെ നടപ്പിലാക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതെന്നെ വിദേശത്തെ കൊണ്ടുപോകണം. അപ്പൊ പഠിച്ചിട്ട് ഞാൻ വരും, ഇവിടെ ഞാൻ നാട് മൊത്തം കൃഷിയാക്കും. ഇങ്ങോട്ട് വന്നേ, സത്യം. ഇങ്ങോട്ട് വന്ന് ചോദിക്കട്ടെ. ഇതേതോ വള്ളി പൊട്ടിയ കേസാണ്, ഞാൻ ഡീൽ ചെയ്തോളാം. എന്താ പേര്? എന്റെ ഒരു ഉണ്ണി. അപ്പൊ കൃഷിക്കാരനാണ്? കൃഷിക്കാരനാണ്. എന്താ കൃഷി ചെയ്യുന്നത്? ഞാനിപ്പം ഇന്നലെ മുതൽ തുടങ്ങി. എന്റെ ഇന്നലെ മുതൽ കൃഷിക്കാരനാണ്. നട്ടിട്ടുണ്ട്. അത് പോകാൻ യോഗ്യതയുണ്ട്. ഉണ്ട്. നരമ്പ മൈനിങ്ങ ബണ്ടക്കെല്ലാം നട്ട് കുറച്ചിട്ടപ്പോ ആയിട്ടുണ്ട്. ഞാനത് കൂടുതൽ വികസിപ്പിക്കും. പുറത്ത് പോയിട്ട് അർഹനാണ്. ഇപ്പേ നമ്മൾ ഇത്തവണ കൊണ്ടുപോകുന്നവരുടെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി. അതിലൊന്ന് ചേർത്തോ? പറ്റൂല, അത് നേരത്തെ പാസ്പോർട്ട് എന്ന് അവരോട് അപ്രൂവൽ കൊടുത്തിട്ടുള്ളതാണ് നമ്മള്. അതൊന്ന് മാറ്റി. ഇല്ല, അടുത്ത തവണ ചേട്ടൻ ആദ്യം വിടാം. ഉറപ്പായിട്ടും പോകാം, കുഴപ്പമൊന്നുമില്ല കേട്ടാ. പാസ്പോർട്ടായിട്ട് പോയിക്കോ. പാസ്പോർട്ട് എങ്ങനെങ്കിലും ഇത്തവണ പറ്റൂല, അല്ലേ വിടൂലേ? നിങ്ങളെ പോലെയുള്ളവരല്ലേ പോയി പഠിക്കേണ്ടത്. നല്ല ലുക്കില്ലേ? ജയ് ജവാൻ ജയ് കിസാൻ, അത് വാങ്ങിക്കോ. കൃഷിഭവന്റെ ഇവിടെ ഇരിക്കുന്നു. ഒരു ഉപകാരമാണ് മനുഷ്യന്മാർക്ക്. ഒന്നുമില്ല, പറയാനൊന്നുമില്ല. ഒരു ഉപകാരം ചെയ്തു കൃഷിക്കാർ പറഞ്ഞാല്. കൃഷിക്കാരനാണ്, ഒരാൾക്ക് ആഗ്രഹം ഉണ്ടാവും പോകണമെന്ന് വിദേശത്തേക്കല്ല. മാഡത്തിനെ വെറുപ്പിച്ച് അടുത്ത ലിസ്റ്റിൽ പെടൂല. അല്ലാതെ എന്താ എന്നോട് വന്ന് പറയണ്? അയാൾക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹം ഉണ്ടത്, ഞാൻ എന്ത് ചെയ്യാനാ? ഞാനല്ലേ പറഞ്ഞു ഇത്തവണത്തെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി, അടുത്തതിൽ അല്ലേ പോകൂല ഇവിടുന്നേ. അയാൾ അതും വിശ്വസിച്ച് ഇടക്കിടക്ക് വരും. അപ്പോഴേക്കും നമ്മ ഇവിടെ നിന്ന് മാറുമല്ല, വന്നാള് കൈകാര്യം ചെയ്തു പോകും. ഇനിയിപ്പോ സമയം കളയണ്ട, ഫാം പ്ലാന്റെ കാര്യം നോക്ക്. മാഡം, കൊറേ ഏലത്തിന്റെ വിത്ത് ബാക്കി കിടപ്പുണ്ടല്ലോ, ആരും കൊണ്ടുപോകാതെ. ആരെങ്കിലും തലയിൽ വെക്കണ്ടേ? വരുമ്പോ കൊടുത്തുവിടാ. അല്ല, നമ്മ സമാനം പറയേണ്ടി വരും അത്. നമസ്കാരം മാഡം. ബാബാ ഇരിക്കണില്ല, ഇരുത്തം കിട്ടൂല. മാണ്ട, നമ്മള് വന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് പോവാ. എന്താ നമ്മളെ മഞ്ഞളുടെ കാര്യം? മഞ്ഞളുടെ കാര്യം ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കാണ്. പറയാ നിങ്ങൾ ഈ സംസാരിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് സംസാരിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. കാര്യം നിങ്ങൾ പറഞ്ഞിട്ടാണ് സുഗന്ധവ്യഞ്ജന കൃഷി നമ്മൾ ചെയ്ത് ലാഭം കൊയ്യാന്ന് പറഞ്ഞിട്ട്. ആകെയുള്ള 43 സെന്റിൽ ഞാൻ മഞ്ഞൾ കൃഷി ചെയ്ത് ഇപ്പൊ മഞ്ഞൾ നന്നായിട്ട് വളഞ്ഞ് ഒരു മനുഷ്യന് വേണ്ട. എന്നിട്ടിപ്പം നമ്മളത് പൊടിച്ച് എന്നാലെങ്കിലും ആരെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ട് ഒരാളും കൊണ്ടുപോയില്ല. മഞ്ഞൾ മുഴുവൻ പരിയിലിരിക്കുക. എന്താ നമ്മൾ വേണ്ടി? ഒരു കർഷകന്റെ ബസമാണ്. നിങ്ങളത് കേക്ക്. അതിന് ടെൻഷൻ അടിക്കേണ്ട മൊയ്തൂക്ക, മഞ്ഞപ്പൊടിയല്ല, ചീത്തായൊന്നും പോകില്ലല്ല. എന്നിട്ട് അതവിടെ ഇരിക്കട്ടെ, നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കാം. അതിന്റെ മൂല്യം അങ്ങോട്ട് വർദ്ധിക്കട്ടെ. ഒരു പണി ചെയ്യാ, എനിക്ക് പകുതി വിലക്കാണ് തിരക്കാണ്ട് കൊണ്ടുപോയിക്കോ. എനിക്കെന്തിനു ഇതിന് മാത്രം മഞ്ഞപ്പൊടി? ആ കൊണ്ടുപോയിട്ട് പുട്ടോ ദോശ എന്തെങ്കിലും ഉണ്ടാക്കി തന്നോ, എന്റെ മൂല്യമായിട്ട് വർദ്ധിക്കട്ടെ. എന്നാല് ഒരുമാതിരി മറ്റേ വർത്താനം ഉണ്ടാവല്ലേ. അതായത് നിങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള സഹായം ചെയ്യലാണ് ഞങ്ങളുടെ ജോലി. അല്ലാതെ നിങ്ങൾ വിളവെടുത്ത് കഴിയുമ്പോ അതുകൊണ്ട് വിറ്റ് തരാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് ഇങ്ങനെ
പറഞ്ഞാ മതി. നമ്മളിത് അനുസരിക്കാൻ നമ്മള് കുറെ പാവങ്ങള്. ഇവർക്ക് ബുദ്ധിമുട്ടാൻ പറ്റൂല. ആ പറമ്പിലിട്ട് കിളക്കാ വളർന്നു വന്നത് പറിച്ചെടുക്കാം. അത് പൈസ ആക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതിന്റെ പുറകില്. കൃഷി ഓഫീസർക്ക് വന്ന് നിങ്ങൾ സാധനം വിറ്റ് തരാൻ പറ്റുമോ? ഇതിപ്പോ എന്താ അറിയോ, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ മഞ്ഞളുടെ കൃഷി ചെയ്ത്. ഇനിയിപ്പോ നിങ്ങൾ പറയും ഇഞ്ചി കൃഷി ചെയ്തോളി തറി. അടുത്ത വർഷം ആകുമ്പോ ഇഞ്ചി ആർക്കും വേണ്ടി വരില്ല. പിന്നെ ഏലം ചെയ്തോളി എന്ന് അറിയും. ഏലം ആർക്കും വേണ്ടി ഏലത്തിന്റെ തരം ഏലം കൊണ്ട് പുഴുങ്ങി തിന്നോളി. ഏലത്തിന് കൃഷി ചെയ്യാൻ പോണേ ഒരു കാര്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇവിടെ ഒന്നും പറഞ്ഞൊരു കാര്യമില്ല. ഞാൻ അത് പറയേണ്ടടുത്ത് പറഞ്ഞോളാം. ഞാൻ പഞ്ചായത്ത് പോയിട്ട് പറഞ്ഞോളാം. ഓർക്കെങ്കിലും നമ്മളെ കാര്യം മനസ്സിലാവേക്കും. നമ്മളെ ദണ്ണം മനസ്സിലാക്കണം സാറേ കേട്ടോ, രണ്ടാളും. അല്ല അതെ മാഡം, ഇത് പറഞ്ഞാലും കാര്യമുണ്ട്. അവർക്ക് നമ്മൾ ഈ വിത്തൊക്കെ കൊടുത്ത് ഇത് ഉൽപ്പാദിപ്പിച്ചിട്ട് ഇത് വിൽക്കാനുള്ളൊരു സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുള്ളി പഞ്ചായത്തിൽ പറയട്ടെ. കഴിഞ്ഞ തവണത്തെ കർഷകശ്രീയാണ് നമ്മൾ